നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് FC ബാഴ്സലോണ അൽബാസറ്റയ്ക്കെതിരെ കളിക്കാൻ ഇറങ്ങുകയാണല്ലോ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഈ മത്സരം നടക്കുന്നത്. ഈ കളിക്ക് ബാഴ്സലോണയ്ക്കായി റൊണാൾഡോ അറൗഹോ സ്റ്റാർട്ട് ചെയ്തേക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതൊരു വല്ലാത്ത ചേർത്ത് പിടിക്കലാണ്. തനിക്ക് മെൻ്റലി പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ബാഴ്സ ടീമിൽ നിന്ന് മാറി നിന്ന ആ സമയത്ത് വലിയ രൂപത്തിൽ താരത്തെ കൂട്ടിച്ചേർത്ത് പിടിച്ച ബാഴ്സ എന്ന ക്ലബ്ബ് പതിയെ പതിയെ അദ്ദേഹത്തെ സാധാരണ ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കളത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഈ അസുഖം അല്ലെങ്കിൽ ഈ ഒരു മെൻ്റൽ സ്റ്റേറ്റിന് ഈ രൂപത്തിലായതിനു ശേഷം അദ്ദേഹം തിരികെ വന്ന ആദ്യ കളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരമായിരുന്നു. റയൽ മാഡ്രിഡിനെതിരെ ബാഴ്സലോണ ജയിച്ചു നിൽക്കുമ്പോൾ അവസാന മിനിറ്റുകളിൽ അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കി അദ്ദേഹത്തെ കൂടി ആ വിജയത്തിൽ പങ്കാളിയാക്കി. ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചൊരു രംഗമായിരുന്നു അത്. പിന്നീടുള്ള മത്സരങ്ങളിലും അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെ കുറച്ചാണെങ്കിലും കളിപ്പിച്ച് ഇപ്പോഴിതാ പൂർണ്ണ സജ്ജനാക്കി വീണ്ടും അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്താൻ പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ വലിയ സന്തോഷമാണ് ഫുട്ബോൾ പ്രേമികൾക്കുണ്ടാവുക. സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, എവറിത്തിങ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് റൊണാൾഡോ അറൗഹോ വിൽ സ്റ്റാർട്ട് ടുഡേ അഗെയിൻസ്റ്റ് അൽബാസറ്റെ. എല്ലാ സൂചനകളും അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇറ്റ് വുഡ് ബി ഹിസ് ഫസ്റ്റ് സ്റ്റാർട്ട് സിൻസ് ദി ഗെയിം അഗെയിൻസ്റ്റ് ചെൽസി ആൻഡ് ഹിസ് ഫസ്റ്റ് സിൻസ് റിട്ടേണിംഗ് ടു ദി ക്ലബ് ആഫ്റ്റർ മെൻ്റൽ ബ്രേക്കിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവിലെ ആദ്യത്തെ സ്റ്റാർട്ടായിരിക്കും ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും റാഫീഞ്ഞ ഇന്നത്തെ മത്സരം കളിക്കില്ല എന്ന് ഇന്നലെ തന്നെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ഹൻസി ഫ്ലിക്ക് കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ആരൊക്കെയായിരിക്കും പ്ലേയിങ് ലെവലിൽ നോക്കാം. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ, പിന്നെ എറിക് ഗാർഷ്യ, റൊണാൾഡോ അറൗഹോ, ജെറാർഡ് മാർട്ടിൻ, കൺസേലോ എന്നിവർ ഡിഫൻസിൽ, മാർക്ക് ബെർണാലും കസാഡോയും ലാമിനെ യമാലും ഒക്കെ മധ്യനിരയിൽ, മുന്നേറ്റത്തിൽ റൂണിയും ലെവൻഡോസ്കിയും റാഷ്ഫോർഡും. ഇത്തരത്തിലുള്ളൊരു ടീം കൊണ്ടിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണിപ്പോൾ സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഈ കളി സെക്കൻഡ് ഡിവിഷനിൽ താഴെ നിൽക്കുന്ന ടീമാണ് അൽബാസറ്റെ. ദുർബലരോടുള്ളൊരു കളിയാണ്, ഒറ്റനോട്ടത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഇതേ ദുർബലരാണ് റയലിന് പണി കൊടുത്തത്. റയലിന് കോപ്പ ഡെൽ റേയിൽ നിന്ന് പുറത്താക്കിയ അതേ അൽബാസറ്റയ്ക്കെതിരെ ബാഴ്സലോണ ഇന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു അട്ടിമറി അൽബാസറ്റയുടെ ആരാധകർ സ്വപ്നം കാണുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ഗോൾ വർഷം നടത്തി വിജയിക്കാനായിരിക്കും ഹൻസി ഫ്ലിക്കിൻ്റെ ഒരു ലക്ഷ്യം. അത് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.